എല്ലാ മക്കൾക്കും ബ്രെയിൻ ടെക് എജ്യുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്വദേശ് മേഘ ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ പഠിക്കുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്, മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട് കേട്ടോ. മക്കൾ അതൊക്കെ പോയി കണ്ട് നന്നായിട്ട് പഠിക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അന്തരിച്ച എഴുത്തുകാരനായ MT വാസുദേവൻ നായരുടെ സ്മരണക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകിയ പേരെന്താണ്? ആൻസർ MT നിള. അടുത്തിടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം? ശാന്തിനികേതൻ. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഏത്? ഹിമാലയൻ പരുന്ത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ ഇരു രാജ്യങ്ങളിലും കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏത്? ഓപ്പറേഷൻ സിന്ധു. സംസ്ഥാന ഉരകമായി പ്രഖ്യാപിക്കാൻ പോകുന്ന പാമ്പേത്? ചേര. കാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ഇൻ്റർനെറ്റ് റേഡിയോയുടെ പേരെന്ത്? ആൻസർ റേഡിയോ നെല്ലിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏത്? പുല്ലമ്പാറ. 2025 ക്ലബ് ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എവിടെ? അമേരിക്ക. എല്ലാ വീഡിയോകളിലും ആനുകാലിക ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ക്ലാസ്സുകൾ നൽകിയിട്ടുള്ളത്. മക്കളത് നിർബന്ധമായിട്ടും പഠിക്കണേ. എൻ്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ പ്രഹരവും ബ്രിട്ടൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ലാല ലജ്പത് റായ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ആര്? ലാല ലജ്പത് റായ്. ഭഗത് സിംഗ്, സുഖദേവ്, രാജഗുരു എന്നീ സ്വാതന്ത്ര്യ സമര പോരാളികളെ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ടതെന്ന്? ഏത് ജയിലിൽ വെച്ച്? 1931 മാർച്ച് 23 പാകിസ്ഥാനിലെ ലാഹോർ ജയിലിൽ വെച്ച്. ബ്രിട്ടീഷുകാരുടെ ലാത്തി ചാർജിൽ ലാല ലജ്പത് റായ് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ള ഗൂഢാലോചന കേസിലാണ് ഇവരെ 3 പേരെയും ജയിലിലടച്ച് തൂക്കിലേറ്റപ്പെട്ടത്. ലാല ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സിനെ വകവരുത്തിയ വിപ്ലവകാരി ആര്? ആൻസർ രാജഗുരു. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഭഗത് സിംഗ്. 1899 ബൂർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചതാര്? ഗാന്ധിജി. തൊട്ടുകൂടായ്മക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ദണ്ഡി മാർച്ച് സമയത്ത് ഗാന്ധിജിയും സംഘവും ആലപിച്ച ഗാനം ഏതാണ്? രഘുപതി രാഘവ രാജാറാം. രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചതാരാണ്? തുളസിദാസ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനമായ വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയതാരാണ്? അംഷി നാരായണപിള്ള. സ്വാതന്ത്ര്യത്തിനു ശേഷം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ നേതാവാര്? സർദാർ വല്ലഭായ് പട്ടേൽ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. അത് ഗുജറാത്തിൽ നർമ്മദാ നദീതീരത്താണ് കേട്ടോ. നമ്മുടെ ചാനലിലൂടെ ദിനാചരണ ക്വിസ് വീഡിയോസിന് പുറമെ LSS ക്ലാസ്സുകൾ നൽകുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക. മക്കൾ താല്പര്യമുള്ള കുട്ടികൾ അതിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അതിൽ പത്ര കട്ടിങ്സുകൾ നിർദ്ദേശങ്ങളൊക്കെ നൽകാറുണ്ട്. ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? ആൻസർ ആചാര്യ വിനോബ ഭാവെ. 1940 വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹിയായി ഗാന്ധിജി തെരഞ്ഞെടുത്ത വ്യക്തി ആര്? ആൻസർ ആചാര്യ വിനോബ ഭാവെ. മഹാമാന എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ആൻസർ മദൻ മോഹൻ മാളവ്യ. ലോകഹിതവാദി എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഗോപാൽ ഹരി ദേശ്മുഖ്. ബംഗാൾ കടുവ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ബിപിൻ ചന്ദ്രപാൽ. ഒർലാൻഡോ മസാട്ടോ എന്ന പേരിൽ ജർമ്മനിയിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആര്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പട നയിച്ച തിരുവിതാംകൂർ ദിവാൻ ആര്? വേലുത്തമ്പിദളവ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേയൊരു മലയാളി ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ്.
ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആര്? ദാദാഭായ് നവറോജി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച വിപ്ലവകാരി ആര്? താന്തിയ തോപ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ജവഹർലാൽ നെഹ്റു. ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം രത്നം. ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര്? ടാഗോർ. ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി? ജവഹർലാൽ നെഹ്റു. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം? ആൻസർ ലാഹോർ സമ്മേളനം 1929. നെഹ്റുവിനെ കുട്ടികൾ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? ചാച്ചാജി. ദേശീയ ശിശുദിനം എന്നാണ്? നവംബർ 14. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. എത്ര വർഷമാണ് നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത്? 17 വർഷം. നെഹ്റു ജനിച്ചത് എവിടെയാണ്? എന്ന്? ഉത്തർപ്രദേശിലെ അലഹബാദ് 1889 നവംബർ 14. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര്? സ്വരൂപ് റാണി. പിതാവ് മോത്തിലാൽ നെഹ്റു. ഭാര്യ കമല നെഹ്റു. നെഹ്റുവിൻ്റെ ഏക മകൾ ആര്? ഇന്ദിരാഗാന്ധി. നെഹ്റുവിൻ്റെ ജന്മദിനം ഏത് ദിനമായാണ് ആചരിക്കുന്നത്? ദേശീയ ശിശുദിനം. ഏതു സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായത്? നിസ്സഹകരണ പ്രസ്ഥാനം. ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി? ജവഹർലാൽ നെഹ്റു. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ലാഹോർ സമ്മേളനം 1929. നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ബന്ദിപ്പൂർ സമ്മേളനം 1912. നെഹ്റു ആരംഭിച്ച പത്രം ഏത്? നാഷണൽ ഹെറാൾഡ്. നെഹ്റുവിൻ്റെ ആത്മകഥ സമർപ്പിച്ചത് ആർക്ക്? ഭാര്യ കമല നെഹ്റുവിന്. നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര്? ആൻ ഓട്ടോബയോഗ്രഫി. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യനെന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞതാര്? വിൻസ്റ്റൺ ചർച്ചിൽ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്ത്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരത്തിൻ്റെ പേരെന്ത്? ആൻസർ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത്? പുന്നമട കായൽ. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഗെയിംസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ നടക്കുന്ന ജലമേള ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാകുമ്പോൾ നെഹ്റുവിൻ്റെ വയസ്സ് എത്ര? 57. നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തി ഗാനമേത്? സാരേ ജഹാംസെ അച്ച. ശാന്തിവനം ഏത് നദിയുടെ തീരത്താണ്? യമുന നദി. ആ ദീപം പൊലിഞ്ഞു. ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയുടെ. നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചേരിചേരാ നയം. ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചതാരെ? നെഹ്റുവിനെ. ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസിനു വേണ്ടി വേദിയിൽ പ്രസംഗിച്ച വർഷം? 1915. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ നെഹ്റു എഴുതിയത് എവിടെ വെച്ചാണ്? ജയിലിൽ വെച്ച്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ചോദ്യങ്ങൾ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ നടക്കുന്നത് ജൂലൈ 30-നാണ് കേട്ടോ.
കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.